യെസ്. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു ലോകം. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് വേറൊരു വശം കൂടി പറയാനുണ്ടല്ലോ. അത് നമ്മളുടെ ബജറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള അതെ, ചില കാര്യങ്ങൾ. ബജറ്റിന് ശേഷം ഇപ്പം വി ഡി സതീശൻ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം, പ്രൈവറ്റ് ബസ്സുകൾ ഓരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് നമ്മളിതിനൊരു എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ട്, ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് കാണുന്നത്. അപ്പം പ്രൈവറ്റ് ബസ്സുകളുടെ ടാക്സ് 50% കുറച്ച് കൊടുത്തു. പക്ഷേ അത് മാത്രം പോരാ, പ്രൈവറ്റ് ബസ് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫ്രീ ആക്കുമ്പോൾ. ഇപ്പം ഞാൻ കേട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം പ്രിയദർശിനിയിൽ പെണ്ണുങ്ങൾ ആണല്ലോ ഫ്രീ ആയിട്ട്, പക്ഷെ ആണുങ്ങളും ഒതുക്കി കയറുകയാണ്. എന്തൊരു കരുതലാണ് ചേട്ടന്മാർക്ക്. പെണ്ണുങ്ങളുള്ള വണ്ടിയിൽ ആണുങ്ങളും കുത്തി കയറുകയാണ്. ആലോചിച്ച് നോക്കണം. അല്ലെന്ന് അവർ ടിക്കറ്റ് എടുത്ത് കയറുന്നു. അപ്പോൾ ഇവർക്കെന്നാ മറ്റു വണ്ടിയിൽ പോയാൽ പോരെ. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള വണ്ടിയിൽ ഈ ആണുങ്ങളും കയറുന്നത് ശരിക്കും പ്രശ്നമാണ്. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നു. എന്നാൽ ഇവർ ഈ പറഞ്ഞ കാശ് കൊടുത്ത് സ്വകാര്യ ബസ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളെങ്കിലും ഓടിപ്പോയാൻ. അപ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ആരിഫിന് തോന്നുന്നത്? സ്വകാര്യ ബസ് എന്നുള്ളത് മാത്രമല്ല, പൊതുഗതാഗതം എന്ന് പറയുന്ന സംഗതി ഒരു പോളിസി ആയിട്ട് നമുക്കിപ്പോഴും ഇല്ല. അതൊരു അടിമുടി മാറ്റേണ്ട സംഗതിയാണ്. അതിലൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവരണം, ഒരു മൾട്ടി മോഡൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. പിന്നെ ക്യാഷ്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടത് നമ്മളുടെ ഡെബിറ്റ് കാർഡ് മതി. ഇപ്പം നെതർലാൻഡിൽ പോയപ്പോൾ നമ്മൾ ഉപയോഗിച്ച അങ്ങനെ വേറെ സെപ്പറേറ്റ് കാർഡ് പോലും എടുക്കണ്ട. നമ്മുടെ കയ്യിലുള്ള ATM കാർഡ്, ആ കാർഡ് അവിടെ കാണുന്ന ഇതിൽ സ്വൈപ്പ് ചെയ്യുക, കയറുക, ഇറങ്ങുക, നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇങ്ങനെയാണ് അവിടെ. ഇപ്പം നമ്മളിവിടെ മെട്രോ ഉണ്ട്, മെട്രോയിൽ കാർഡ് എടുക്കണം എന്ന് പറയും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ പോയപ്പോൾ അവിടുത്തെ ഒരു സോഫ്റ്റ്വെയർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ പബ്ലിക് മൊബിലിറ്റി ഒരു സോഫ്റ്റ്വെയർ അവർ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് മോഡൽസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ മുന്നേ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കേരള നമ്പർ 1 എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇതിനുള്ള മോഡൽസ് നമ്മൾ ഒന്നും കാണാൻ ശ്രമിക്കാതെ ഇഗ്നോർ ചെയ്ത് നിന്നിട്ട് ഇത് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് ഇങ്ങനെ മേനി നടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് നമ്മൾ വളരെ തോൽവിയാണ് ഈ കാര്യത്തിൽ. അതിലേറ്റവും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡസ്ട്രിയൻ ഫെസിലിറ്റി മുതൽ തുടങ്ങണം. ഇതൊന്നും ഇല്ലല്ലോ ഇവിടെ. വാക്ക് വേ ഇല്ല, സൈക്കിൾ ഓടിച്ച് പോകേണ്ട ആൾക്കാർ. നമ്മൾ ഇസ്രായേലിൽ ഞാൻ ഓർക്കാം, നമ്മളിങ്ങനെ നടന്നുകൊണ്ട് വഴി 2 സൈഡിൽ വരുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, നമ്മളിങ്ങനെ അതിലെ നടക്കുകയാണ് മാർക്കറ്റിൽ കൂടെ. അങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ ഇല്ല. ഇവിടെ നടക്കൂ. അതാണ്. അപ്പോൾ ആൾക്കാർ ഒരു സ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചെറിയ ലിക്വർ ഷോപ്പുണ്ട്, അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു, പാട്ട്, ബാൻഡ്, കുറേ പേര് പാട്ട് പാടുന്നു, കുറേ പേര് ചായ കുടിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുന്നു. അതിൻ്റെ ഇടയിലെല്ലാം ഈ വെളിയിലിരുന്ന ആൾക്കാർക്ക്, അതും എന്താ പറയുന്നത്, വളരെ ഈ ഹൈറ്റ്സ് ഉള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ മുഴുവൻ തണലുമാണ്, അപ്പോൾ വെയിലടിക്കത്തില്ല. ഇപ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് മിഡിൽ ഈസ്റ്റിൽ നമ്മളുടെ ഇത്രയും ഒരു സ്വർഗം തുല്യമായ ഒരു നാട്ടിൽ നമുക്കിതിൻ്റെ ഒരു 10-1 ചെയ്യാൻ കഴിഞ്ഞാൽ ടൂറിസം മാത്രം മതി നമ്മുടെ വരുമാനം. അല്ല, ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇത് കാണുന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അതായത് സർക്കാർ പിന്നോട്ട് പോകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളിത് ഒരവസരമായിട്ട് കണ്ട് ഏറ്റവും മികച്ച സർവീസ് കൊടുക്കുക. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് നന്നായിട്ട് സഞ്ചരിക്കാനും അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സർവീസസ് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ സാധിച്ചു. പ്രൈവറ്റ് ബസ്സുകൾക്ക് അതെ കൃത്യസമയത്ത് വരിക, മൊബൈൽ ആപ്പിനകത്ത് കാണണം ബസ് എപ്പം വരുമെന്ന്, അത് ലൈവ് ട്രാക്കിംഗ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ AC ബസ്സുകൾ, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ച്, കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല പ്രോപ്പറായിട്ട്, മറ്റേ കാവി മുണ്ടും തൂർത്ത് കയറ്റി വെക്കാതെ മുറുക്കാനും ചവച്ച് കയറ്റി കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ ഒരു ഡിസിപ്ലിൻഡ്, വളരെ ഒരു മോഡേണൈസ്ഡ് വേയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സർക്കാർ അനുമതിയുടെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഇത് വെച്ച് തന്നെ ഉപയോഗിക്കാം. വേണമെങ്കിൽ ഈ ബസ്സിൻ്റെ ഇതൊക്കെ ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് വേണം മാറ്റുന്നതിന് കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കി ഒരു ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു കമ്പനി പോലെ ഓപ്പറേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഓരോ ഏരിയയും ഓരോരുത്തരെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു കോമൺ കാർഡ് സിസ്റ്റം കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ കൊച്ചിയിലൊക്കെയുള്ള കമ്പനിക്കാണ് അത് മെട്രോയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ KMRലുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഈ ഒരു എന്താ പറയുക, ഒരു ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന് ബെസ്റ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തന്നെ മുൻകൈ എടുത്ത് ഈ ഉടമസ്ഥരെ എല്ലാം സംഘടിപ്പിച്ച് നിങ്ങൾ ഓരോ ഏരിയയും ഓരോ കമ്പനികളാക്കുക. എന്നിട്ട് ഓരോ ബസ്സിൻ്റെയും ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് ഷെയർ പോലെ എടുക്കുക. എന്നിട്ടത് വരുമാനം വീതിച്ചെടുക്കുന്ന ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിന്ന് പോകാം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ കരഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ഒരു കാര്യമില്ല. ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ യു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി. അതോടൊപ്പം
മറ്റുള്ള സംഗതികളിലൂടെ മാറ്റാം. അത് ജനങ്ങളിലും ഒരു അവബോധം മാറണം. അതെ, അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറിയേ പറ്റുള്ളൂ ഇതിനെ കാണുന്ന രീതിയിൽ. നിലവിലിപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ ഇന്നലെ കൂടി നമ്മളൊരു സുഹൃത്ത് ഇവിടെ വന്ന് കണ്ടുപോയി. അപ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്തപ്പോൾ കണ്ടത്, അവർ കഷ്ടിച്ചാണ് ബസ്സിൽ കയറാൻ നേരത്തെ രക്ഷപ്പെട്ടത്. കയറുന്നതിന് മുന്നേ വണ്ടി എടുത്തു. പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു പെണ്ണ് പിടിച്ചു കയറ്റി. അതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോകേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ആരും കണ്ടിട്ട് പോലുമില്ല. മത്സരവട്ടമൊക്കെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഡൈനാമിക് ആയിട്ട്, അതായത് ആൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സർവീസ് ഇടുക, ആൾ കുറയുമ്പോൾ സർവീസിൻ്റെ എണ്ണം കുറയ്ക്കുക. അതായത് പീക്ക് അവേഴ്സിൽ കൂടുതൽ സർവീസ് ഇടുക. ഇത് നിങ്ങൾ സർക്കാരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ സർക്കാർ, അതെ അതെ, സർക്കാർ സർവീസുകളില്ലാത്ത KSRTC ഓടാത്ത സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്. അതുപോലെ സെക്യൂരിറ്റി, വണ്ടിയിൽ കയറുന്ന ആൾക്കാർക്ക് സേഫ്റ്റി ഉണ്ടായിരിക്കണം. അവരുടെ കംപ്ലയിൻറ്റ്, ഇപ്പോൾ കണ്ടക്ടറോ ഡ്രൈവറോ മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ ഊബറിലൊക്കെ കൊടുക്കുന്ന പോലെ റേറ്റിംഗ് കൊടുക്കാനും അവരെ പറ്റി കംപ്ലയിൻ്റ് എടുക്കാനും, അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാനും ഒക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ KSRTC ബസ്സൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് ഓടും. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ തിരിച്ചു വരും. ഇത് വലിയൊരു ബിസിനസ്സായി മാറും. KSRTC പൊട്ടിപ്പോവും. അതോടെ VD സതീശൻ രക്ഷപ്പെടും. സത്യത്തിൽ അതാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതാണ് VD സതീശൻ്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പം സതീശ അല്ല, ഇത് റിവേഴ്സാ വരിക. കാരണം ഈ പ്രൈവറ്റ് ബസ്സുകൾ മോടി കൂട്ടി നല്ല സർവീസ് കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പം തന്നെ റോഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാറുകൾ, നല്ല ബസ്സുകൾ, എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് വരുന്നത്. ആകെ കൂടി കുഴപ്പം പിടിച്ച സാധനം എന്താണ്? റോഡ് കാണാൻ വൃത്തിയില്ല, നടപ്പാത ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞത്, അതുപോലെ എല്ലാ സാധനം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാട്ട ബസ്സും വരും. അപ്പോൾ നാട്ടുകാർക്ക് തന്നെ മനസ്സിലാവും ഇതിനേക്കാൾ ഭേദം പ്രൈവറ്റിൽ കയറുന്നതാണെന്നൊരു തോന്നൽ അവർക്ക് വരണം. നിങ്ങൾ നല്ല കോളേജ്, നിങ്ങൾ ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ അഴുകിയ ഒരു അളിഞ്ഞ സീറ്റിംഗ് ആളെ കയറ്റാവുള്ളൂ ഞാൻ പറയുന്നത്. അല്ല, കുറച്ചൊരു സ്റ്റാൻഡിങ് ഒരു 10 പേരെയൊക്കെ നിർത്താം. അതിനപ്പുറത്തോട്ട് നിങ്ങൾ ആളെ കുത്തി നിറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഡൈനാമിക് സംഗതി വന്നു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ പ്രശ്നം. ഞാൻ നൽകട്ടെ, നമ്മളിപ്പോൾ ഓഫീസിൽ പോവാം, നമ്മൾ തേച്ച ഷർട്ടൊക്കെ ഇട്ട് ബസ്സിൽ പോകുമ്പം അത് ഉടയാതെ ഓഫീസ് വരെ ചെല്ലണം. അപ്പോൾ വേർത്ത് കുളിക്കാതെ നമുക്ക് ചെല്ലണം. ഇങ്ങനെയുള്ളൊരു കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഒരു പ്രീമിയം കസ്റ്റമേഴ്സ്, ആൻഡ് ദേ ആർ റെഡി ടു, എന്താ പറയുക, ഈ ടൂ വീലറിലും കാറിലും ഒക്കെ അവർ കഷ്ടപ്പെട്ട് വരുന്ന അവർ ഒഴിവാക്കും. അവർ ഈ ബസ്സിനെ ആശ്രയിക്കും. അവർക്ക് നിങ്ങൾക്ക് പാസ് കൊടുക്കാം റെഗുലർ, പക്ഷേ ടൈംലി നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ബസ് വരുന്ന വിവരങ്ങൾ ലൈവ് ട്രാക്കിങ് വേണം. ഇതെല്ലാം കൊണ്ടുവന്നൊരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്തായാലും ബസ് മുതലാളിമാരാണ്. നിങ്ങളൊരു കമ്പനി പോലെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പണം മുടക്കി സിറ്റിയുടെ പരിസരങ്ങളിൽ വലിയ സ്ഥലങ്ങൾ നിങ്ങൾ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ബസ്സിന്റെ വെയിറ്റിംഗ് ഏരിയ ഇത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാമല്ലോ, ആരും തടസ്സം നിൽക്കില്ല. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയൊക്കെ നിങ്ങൾക്ക് പണിയാം. അപ്പോൾ അവിടെ ആളുകൾക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ബൈക്ക് കൊണ്ടുവരുന്നു, കാർ കൊണ്ടുവരുന്നു, പാർക്ക് ചെയ്യുന്നു, നിങ്ങൾ ബസ് ഉപയോഗിക്കുന്നു, പോകുന്നു. ഫീഡർ ബസ്സുകൾ ഇതൊന്നും ഗവൺമെന്റിന്റെ. പിന്നെ KMRൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ലൈറ്റ് മെട്രോ വരുന്നു, കോഴിക്കോട് ലൈറ്റ് മെട്രോ വരുന്നു. സോ യു ക്യാൻ കോപ്പറേറ്റ് വിത്ത് ഓൾ ദിസ്. അല്ല, ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് കോപ്പറേറ്റ് അവരുടെ ബാധ്യതയായിട്ട് അവർ നിർബന്ധിതരാവും. കാരണം അല്ലെങ്കിൽ അവർക്ക് കച്ചവടം ഉണ്ടാവില്ല. അതെ അതെ, അതാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഈ ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ അത് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഓൾറെഡി മോഡൽസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഡേറ്റ ഡ്രിവൺ ആയിട്ട് റൺ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. എന്ത് ഹെൽപ്പ് ആണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി, നമുക്ക് അത് സപ്പോർട്ട് കൺസൾട്ടന്റിന് ആവശ്യമുണ്ടോ, ഐ എം റെഡി. അതെ, നമ്മളെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ വിഴിഞ്ഞം, ദാറ്റ്സ് അനദർ ബിഗസ്റ്റ് എന്താണ് ഹോട്ട് ടോപ്പിക് ഇൻ കേരള അല്ലേ? വിറ്റ് തുലയ്ക്കാണ്. ഈ സർക്കാർ നമ്മൾ പറയുന്ന എല്ലാം അങ്ങ് കേട്ടാണ്, വിറ്റ് തുലയ്ക്കാണ്. വിറ്റ് തുലയ്ക്ക് സതീശ എന്ന് പറഞ്ഞു, അപ്പോഴേ സതീശൻ ഇനി എന്താ വിൽക്കാനുള്ളതെന്നാ ചോദിക്കണേ. കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നല്ലോ മറ്റേ ട്രാക്കോ, അതുപോലെ നമ്മൾ പറയും KSEB ഒക്കെ വിൽക്കാൻ നേരത്തെ നമ്മൾ പറയും, ഉടനെ അത് നിങ്ങൾക്ക് കാണാം. അതെ, KSEB വിൽക്കേണ്ടതാണ്, സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. പക്ഷെ ഇപ്പൊ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഈ ജെൻസി പിള്ളേര് വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. അല്ല, അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്യോഗസ്ഥ വൃന്ദം, കേരളത്തിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് പ്രോ ലെഫ്റ്റാണ്. UDF നാറ്റിക്കാനായിട്ട് ഏതറ്റം വരെയും കമ്മ്യൂണിസ്റ്റുകാർ പല പരിപാടികളും, കളിയുള്ള ദിവസം തന്നെ അവർ കറണ്ട് ഓഫ് ചെയ്യും. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് എന്താണ്, ആദ്യം തർക്കിച്ച് വിജയിക്കാൻ നോക്കും. ഇപ്പോൾ തർക്കത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല അവർക്ക്, കംപ്ലീറ്റ് അടപടലം പൊട്ടിപ്പൊളിക്കും. സമരം ചെയ്യാൻ നോക്കുമ്പോൾ സമരം തന്നെ പൊട്ടും. അപ്പം ഇവരുടെ ഒരു ടാക്ടിക്സും വർക്കില്ല. ഇനി എന്താണുള്ളത്, കയ്യൂക്കും കയ്യാങ്കളിയും മാത്രമേ ഇനി കയ്യിലുള്ളൂ. അപ്പം ഒന്ന് EDD എടുത്ത് ഇറക്കിയത് ഇപ്പം
ആ ഒരു വഴിക്ക് പോയി. അതെ, ഇപ്പൊ സമരത്തിന് ആളെ കിട്ടും. ഇനിയിപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ട് ഈ സർക്കാരിന് എങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ് അടുത്ത ഗവേഷണം. അപ്പം അത് വി.ഡി. സതീശനും കോൺഗ്രസ് സർക്കാരും വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഇവർ ഈ പറഞ്ഞ എല്ലാ ഓഫീസുകളിലും അവരുടെ ഒരു എക്കോസിസ്റ്റം, ഈ ഇടത് എക്കോസിസ്റ്റം ഉണ്ട്, അതിനെ ടാർഗറ്റ് ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിന് മറുമരുന്ന് കൊടുത്തില്ല എങ്കിൽ നമ്മളുൾപ്പെടെ ഈ സർക്കാരിനെ തെറി പറയുന്ന അവസ്ഥ ഉടനെ ഉണ്ടാവും. ഉണ്ടാക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. സോ ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്വകാര്യവൽക്കരണത്തിനുള്ള ആക്കം കൂടുകയാണ് ചെയ്യുക. സ്വകാര്യവൽക്കരണത്തിന് പക്ഷേ ഇപ്പോഴും നമ്മുടെ ആൾക്കാരെ ഒന്നുകൂടെ ഒന്ന് പരുവപ്പെടുത്താനുണ്ട്. കുറച്ചും കൂടെ നമ്മൾ വീഡിയോ വരുമല്ലോ, കുറച്ചും കൂടെ ഒന്ന് അല്ല കമ്മ്യൂണിസ്റ്റുകാർ അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നാണല്ലോ അവർ പറയാൻ പോകുന്നത്. അതുണ്ട് ഒരു വശത്ത്. പക്ഷേ നിലവിലെ ഗവൺമെന്റ് ഉള്ള സമയത്ത് എന്തായാലും ഇപ്പം അത് പറ്റൂലല്ലോ, 5 വർഷത്തെ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവരുടെ മുന്നിലുള്ള സൊല്യൂഷൻ എന്താണ്? നിങ്ങൾക്ക് ഇതേപോലെ കറണ്ട് പോകാതെ കിട്ടാൻ ഉള്ള വഴി ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതെ അതെ അതെ, പ്രൈവറ്റ് കമ്പനികൾ. ഓൾറെഡി വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ KSEB കറണ്ട് ഓഫ് ചെയ്താൽ നമുക്ക് സ്വിച്ച് ചെയ്യാം. അങ്ങനെ പയ്യെ KSEB നമുക്ക് അങ്ങ് പൂട്ടിക്കെട്ടിച്ച് ഒരു റെഗുലേറ്ററി ബോഡി, നമ്മൾ പറഞ്ഞതുപോലെ ദേ ഷുഡ് ആക്ട് ആസ് എ റെഗുലേറ്ററി ബോഡി. ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അതെ, ഇനിയിപ്പോൾ മാറിപ്പോരുത്. നമ്മൾ പറഞ്ഞിട്ട് സർക്കാർ ചെയ്യുന്നു, അപ്പം സർക്കാർ പറഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത് സർക്കാർ ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് പറയാനുള്ളത്, സംഗതി നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ്, നമ്മൾ നിങ്ങളോട് ചെറിയ മമതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം നിങ്ങൾക്ക് തിരിഞ്ഞു കൊത്തും. അതാണ് ഉണ്ടാവാൻ. അതേസമയം നിങ്ങളാണ് ഇതിനു വേണ്ടി മുൻകൈയിട്ട് സർക്കാരിനെ പ്രഷറിലാക്കുന്നെങ്കിൽ നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അതെ, ഇനി സാമ്രാജ്യത്വം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഈ നവലിബറൽ സാമ്രാജ്യത്വം. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി, നമ്മുടെ പ്രൊഫസർ രവീന്ദ്രനാഥ്, പുള്ളിക്കാരൻ നിയമസഭയിൽ പുള്ളി രവീന്ദ്രനാഥല്ല, ഇത് പ്രൊഫസർ പുള്ളി മറ്റേ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാത്തൊരു മന്ത്രിയുണ്ട്, കമ്മ്യൂണിസ്റ്റ്, പഴയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു പ്രസംഗം നിയമസഭയിലുണ്ട്. പുള്ളിയുടെ പ്രസംഗമുണ്ട്, എന്നാ നോളജ് ക്യാപിറ്റൽ അല്ല, നോളജ് ക്യാപിറ്റലിന് ഞങ്ങൾ എതിരാണ്. നോളജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാ അറിവിൻ്റെ കുത്തകവൽക്കരണമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പ് മോളിക്കുലാർ കാർ എന്ന് പറഞ്ഞ പുള്ളി ഒരു പ്രസംഗം നടത്തി. ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മോളിക്കുലാർ ടെക്നോളജി വരെയാണ് നമ്മുടെ ഈ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ പേറ്റൻ്റ് ഒരു സ്വകാര്യ കമ്പനിക്കാണ്, കുത്തക കമ്പനിക്കാണ്. അപ്പോൾ നമുക്കൊക്കെ ഇനി ചികിത്സ വേണമെങ്കിൽ ഈ കുത്തക കമ്പനിയുടെ അടിമയാണ്. ഇതാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ അറിവിൻ്റെ കുത്തകവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്ന പുള്ളി പേറ്റൻറ്റുകളെയാണ്. സത്യത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് ചൈനയാണ്. ചൈനയിൽ ആയിരക്കണക്കിന് പേറ്റൻറ്റുകളാണുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഇപ്പോഴും ഈ അറിവ്, അതായത് ആരെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ അത് അടിച്ചു മാറ്റണം എന്നുള്ളൊരു ചിന്ത എന്തിനാണ്? പേറ്റന്റ് സംവിധാനം കൊണ്ടുവന്നതുകൊണ്ടാണ് പല അറിവുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അത് മനസ്സിലാകുന്നില്ല, ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതിന് പല ക്ലാസിക്കൽ എക്സാമ്പിൾസ് വരെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഡെലിവറി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമ്മളുടെ അസിസ്റ്റഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്, അത് ഫോർസെപ്സ് ഡെലിവറി, അതിനുള്ള ഫോർസെപ്സ് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം, അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ, അപ്പോൾ അതുവരെ കുട്ടികളെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരാൾ പരീക്ഷിക്കുകയാണ്, ഫോർസെപ്സ് ആണോ വാക്യൂം ആണോ ഇതാണെങ്കിലും അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇയാളിത് കണ്ടുപിടിച്ചു, ഇയാൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ പേടി എന്താണ്, ഇത് ഞാൻ പരസ്യപ്പെടുത്തിയത് എല്ലാവരും ഇത് ഉപയോഗിച്ച് ഇത് പിന്നെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇയാൾ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സിനാരിയോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ മരിക്കും, ഇതാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഇത് ഉപയോഗമുള്ള സാധനമാണ് തന്നെ. അപ്പോൾ എന്താ വഴി? ഇതാരും ഉപയോഗിച്ചാൽ ഇയാൾക്കൊരു ലാഭം കിട്ടുന്ന ഒരു അവസ്ഥ കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാം. ആരും ഉപയോഗിച്ചാലും ആളുകൾ രക്ഷപ്പെടും. ഇനി കുത്തകവൽക്കരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, പേറ്റൻ്റെ കാര്യം പറയുമ്പോൾ, അതിലൊരു നല്ല ക്ലാസിക്കൽ എക്സാമ്പിൾ മറ്റൊരെണ്ണമുണ്ട്. വോൾവോ എന്ന് പറയുന്ന കമ്പനി. അവർ ഈ 3-point സീറ്റ് ബെൽറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അവരിത് നോക്കിയപ്പോൾ ഇതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഈ കുത്തക കമ്പനിയാണ് പേറ്റന്റ് വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് ഞങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇത് പേറ്റന്റ് എടുക്കാൻ മീൻസ് ഈ റോയൽറ്റി തരാൻ പറ്റാത്തത് കൊണ്ടോ പേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഒരാൾ ഒരു കാർ കമ്പനി ഇത് ഉപയോഗിക്കാതെ പോയാൽ അത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേറ്റന്റ് വേണം. അല്ല, ഇത് ബേസിക് പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാർ ബേസിക്കലി അധ്വാനത്തിന് മാത്രമേ വിലയിടുന്നുള്ളൂ, ബുദ്ധിക്ക് വിലയിടുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ബുദ്ധി ഒരു എഫേർട്ടായിട്ടും ഇവരെല്ലാവരും കാളകളായിട്ട്, അതെ, ആൾക്കാരെല്ലാം കാളകളായിട്ടും വണ്ടി വലിക്കുന്ന ആൾ. അപ്പം പണിയെടുക്കുന്നവനെല്ലാം കിട്ടണം, അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പം അറിവിന് ശരിക്കും എതിരാണ്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഞാനൊരു സാധനം കണ്ടുപിടിച്ചാൽ
എനിക്കത് ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ എങ്ങനെ പറ്റും, അതുകൊണ്ടാണല്ലോ ഞാൻ അതിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ പേറ്റൻറ്റ് കൊണ്ടുവരുന്നത്. എല്ലാ പേറ്റൻറ്റുകൾക്കും കാലാവധിയുണ്ട്. ഇങ്ങനെ ഇപ്പം മരുന്നിൻ്റെയൊക്കെ പല പേറ്റൻറ്റുകൾക്കും ഇത്ര വർഷം വരെ ഒരു കമ്പനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അതേപോലെ അത് ജനറിക് മരുന്നുകൾ, ഇപ്പം നമ്മൾ എത്രയോ ജനറിക് മരുന്നുകൾ ഇന്ത്യയിൽ വരുന്നത് എല്ലാം പേറ്റൻറ്റ് എക്സ്പയർ ആയ സാധനങ്ങളാണ്. അപ്പോൾ പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കുത്തകവൽക്കരണമല്ല, ബേസിക്കലി അതൊരു പ്രൊട്ടക്ഷനാണ്. അതായത് ബേസിക്കലി ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. കാരണം അവരൊരു ഹെവി റിസ്ക് എടുത്തിട്ടാണ് അവർ ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടാണ് അവർ ലാബുകളൊക്കെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് അവരുടെ ജീവിതം മുഴുവൻ പകുതിയോളം ലൈഫ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം വെളിയിൽ ഇറക്കുന്നത്. കോവിഡ് വാക്സിൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അതായത് അവർ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് എത്ര എഫേർട്ടുള്ള കാര്യമാണ്. അല്ല, ഇതിനകത്ത് വേറൊരു കോമഡി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. ഈ പബ്ലിക് സെക്ടറിന് കുറേ ആൾക്കാരെതിരാണ്, പൊതുമേഖലയ്ക്ക് എതിരാണ് ആളുകൾ. എന്തുകൊണ്ടാണ് പൊതുമേഖലയ്ക്ക് ആൾക്കാരെതിരാവുന്നത്? പൊതുമേഖല എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടാണ്. എങ്കിൽ ഞാൻ ചില പൊതുമേഖല സ്ഥാപനങ്ങളുടെ പേര് പറയാം, അല്ല പൊതുമേഖല കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൊതുമേഖലയുടെ വാല്യൂ എന്താണെന്ന്. എന്നിട്ട് പുള്ളി ആദ്യം പറയുന്നത് ഇൻ്റർനെറ്റ് ആരാ കണ്ടുപിടിച്ചത്? സർക്കാർ കണ്ടുപിടിച്ചു. GPS ആര് കണ്ടുപിടിച്ചു? സർക്കാർ കണ്ടുപിടിച്ചു. ഷെടാ, ഞാൻ ആലോചിച്ചു, ഇൻ്റർനെറ്റ് GPS എന്ന് മാത്രമല്ല, നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ടെക്നോളജിയുടെയും പിന്നിൽ ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധമായിരിക്കും കാരണം, ആറ്റം ബോംബ് വരെ. അപ്പോൾ അതെല്ലാം സർക്കാർ ഫണ്ടഡാണ്. അത് പൊതുമേഖലയല്ല, സർക്കാർ ഫണ്ടഡ് പ്രൊജക്റ്റുകളും റിസർച്ചിന് വേണ്ടി സർക്കാർ പൈസ കൊടുക്കുന്നതും അത് ഫണ്ട് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിൽ R&D നടക്കുന്നതും ഗവേഷണം നടക്കുന്നതും അത് പബ്ലിക് ഫണ്ടഡ് പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത്. പൊതുമേഖല പബ്ലിക് സെക്ടർ അല്ല. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KSRTC പബ്ലിക് സെക്ടറാണ്, KSEB പബ്ലിക് സെക്ടറാണ്. ഇവരെന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് നിങ്ങൾക്കറിയോ? കെൽട്രോൺ പബ്ലിക് സെക്ടറാണ്. എന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് നിങ്ങൾക്കറിയോ? ഇവർ സർവീസസും അതേപോലെ തന്നെ മാനുഫാക്ചറിങ്ങും കമ്പനികളെ പോലെ പിന്നെ മോണോപ്പൊളൈസ് ചെയ്ത് സെല്ല് ചെയ്യുന്ന പിന്നെ കമ്പനികൾ, കോർപ്പറേറ്റുകളാണ്. R&D ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ DRDO അങ്ങനത്തെ നമ്മുടെ ഡിഫൻസിൻ്റെയൊക്കെ HAL ഇങ്ങനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ കുറേ R&D നടക്കുന്ന എത്ര വർഷം കഴിഞ്ഞിട്ട് അവർ വരുന്നത് ഓരോ സാധനമായിട്ട്. തേജസ് ഫ്ലൈറ്റ് ഇതുവരെ പറപ്പിക്കാൻ ശരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ എഫിഷ്യൻസി ഇപ്പോൾ ഇവർ പറയും ചൈനയിൽ കുറേ പബ്ലിക് സെക്ടർ കമ്പനിയുണ്ട്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസ് കുത്തകവൽക്കരിച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. അല്ലാതെ ഇപ്പം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആരാണ്? മൈക്കിൾ ഫാരഡേ. ഇലക്ട്രിസിറ്റി പുള്ളി കണ്ടുപിടിച്ചു. പുള്ളി അവിടെ ഇലക്ട്രിസിറ്റി നേരത്തെ ഉണ്ടല്ലോ, പുള്ളി എൻ്റെ ഒരു മോഡൽ കണ്ടുപിടി. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പുള്ളി ഇത് ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ വീട്ടിൽ കറണ്ടായിട്ട് ഇപ്പം നമ്മുടെ ഈ മൈക്ക് ഉൾപ്പെടെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം സംവിധാനങ്ങളുണ്ട്, എത്ര സപ്ലൈ ചെയിൻ വയ്ക്കുന്നത്, എത്ര പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്, എത്ര എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഇതെല്ലാം ചെയ്യുന്ന സ്വകാര്യ കമ്പനികളാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു. ഡിഫൻസിൻ്റെ അമേരിക്കൻ ഇൻറ്റേർണൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇൻ്റർനെറ്റിനെ കൊമേഴ്സ്യലൈസ് ചെയ്ത് നമ്മുടെ വീടുകളിലെ മോഡം ഉൾപ്പെടെ പ്രവർത്തിച്ച് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണാൻ പറ്റുന്ന ഉൾപ്പെടെ അതിൻ്റെ പിന്നിൽ വലിയ രീതിയിൽ സ്വകാര്യ കമ്പനികൾ അതിന് ഇൻസെൻറ്റീവ് ലക്ഷ്യമാക്കി അവർ ഈ ബിസിനസ്സിൽ നിക്ഷേപിച്ച് അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വഴിയാണ് നമ്മളിന്നത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എല്ലാവർക്കും കിട്ടില്ല. അത് നമ്മളിപ്പോൾ കണ്ടുപിടുത്തം എല്ലാം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഒരു വ്യക്തികളാണല്ലോ പറഞ്ഞത്. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പല മറ്റേ GPS-ൻ്റെ ഇത് ട്രാക്കിംഗ് സാറ്റലൈറ്റ്സ് വിടുന്നതിനും സഹായകരമായി, അല്ലെങ്കിൽ ആ കാൽക്കുലേഷനും അത് ഒരുമിച്ച് വന്നു. അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്, സാറ്റലൈറ്റ് വിടാൻ പറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ ഈ സാറ്റലൈറ്റ് വിടണമെങ്കിൽ സാറ്റലൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാവണം. ആ പർപ്പസ് ഡ്രിവൺ ചെയ്യുന്നത് ഈ പറയുന്ന കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് തന്നെയാണ്. കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റാണ്. ഇവൻ രാജ്യങ്ങൾ പോലും, ഇപ്പോൾ നാസ പോലും ഈ പറഞ്ഞ പ്രൊജക്റ്റിലേക്കൊക്കെ പൈസ ഫണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് വാസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ USSR ആൻഡ് US അല്ലേ? അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ വന്നത്. അതെ, ഇപ്പൊ നാസ എന്നിട്ട് സ്പേസ് എക്സിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതെ, കാരണം അതായത് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ലോഞ്ചേഴ്സ് ഉണ്ട്. അത് വന്നുകൊണ്ട് ഇതിന്റെ കോസ്റ്റ് കണ്ടമാനം കുറയ്ക്കാൻ പറ്റി. ഇനിയിപ്പോൾ അവർ പുതിയ തലത്തിലേക്ക് പോവാണ്. അതായത് ഈ ഇന്റർ കോണ്ടിനെന്റൽ ട്രാവൽ, അതിനു വേണ്ടിയിട്ട് ഇതേ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ പുറത്തേക്ക് പോയിട്ട് സ്പേസിലേക്ക് പോയിട്ട് തിരിച്ച് റീ എൻട്രി ചെയ്യുന്ന രീതിയിലേക്കുള്ള ഫ്ലൈറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആവും, കൂടുതൽ സമയം കുറച്ച് മതി. ഇങ്ങനെയുള്ള പ്ലാൻസ് ആണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാണ്? ഇത് പ്രൈവറ്റ് അല്ലേ? അല്ല, ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് പ്രൈവറ്റ് പബ്ലിക് ഫണ്ടിങ്ങും ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ വാക്സിൻ അതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ടിങ് ആണ്. ദാറ്റ്സ് ബിക്കോസ് വി ഡോണ്ട് നോ ദ റിസൾട്ട്. അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ നമ്മളൊന്നും
വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു മേഖലയിൽ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുന്ന ഉറപ്പില്ലാത്തൊരു മേഖലയിൽ നമ്മളാരും പൈസ മുടക്കില്ല. അപ്പോൾ അവിടെയാണ് സർക്കാരിൻ്റെ ഇപ്പം സർക്കാർ ഫണ്ടിങ് ചെയ്യും. സർക്കാർ പബ്ലിക് സർക്കാർ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് മണി തന്നെയാണ്. ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ്. ആ ഫണ്ടിൽ കൂടെയാണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. കാരണം വാക്സിൻ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്ത. വിജയിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്ത് സപ്ലൈ ചെയിനിൽ കൂടെ എല്ലാവരിലേക്കും എത്തിക്കുന്നതും ആളുകൾക്ക് അത് എഫക്റ്റീവായിട്ട് കൊടുക്കുന്നതും അതിൻ്റെ ലേബലിങ്, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നത്, ക്യു ഇതെല്ലാം ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സുണ്ട്. ദിസ് ഈസ് വെയർ എന്താ പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ സ്വകാര്യ മേഖല വരുമ്പോഴാണ് അത് എഫിഷ്യൻ്റ് ആവുന്നത്. അതുകൊണ്ടാണല്ലോ കോവാക്സിൻ ആരും എടുക്കാൻ ധൈര്യപ്പെടാഞ്ഞത്. എല്ലാവരും കോവിഷീൽഡ് തപ്പി നടന്നത്. മറ്റേ സാധനം ഫൈസറിൻ്റെ പുറകെ പോയത്. അതെ. അപ്പം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിന് എല്ലാ മേഖലയിലും അതിൽ സ്പുട്നിക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, റഷ്യയുടെ. അതെടുത്ത ആളുകൾ മറ്റേത് പോയി എടുക്കും. കാരണം അവർക്ക് തന്നെ ഉറപ്പില്ല. 3-4 വാക്സിന് ഗവൺമെൻറ്റിൻ്റെ പല വാക്സിനുകളും ഫെയിൽ ആയി. അല്ല, ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. ബിക്കോസ് പബ്ലിക് ഫണ്ടഡ് പ്രൊജക്റ്റുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പബ്ലിക് സെക്ടർ അല്ലത്. പബ്ലിക് ഫണ്ടഡ് പ്രൊജക്റ്റ് വേറെ, പബ്ലിക് സെക്ടർ വേറെ. ഈ ഒരു വ്യത്യാസം പോലും പല കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മളൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള സംഗതികളോട് എതിർപ്പല്ല പറയുന്നത്. അത് ചെയ്യേണ്ട മേഖലകളിൽ അത് ചെയ്യണം. പക്ഷെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും കൂടുതൽ നല്ല രീതിയിൽ കൊമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ഫണ്ടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പോയി വെറുതെ പബ്ലിക് ഫണ്ട് വേസ്റ്റ് ആക്കരുതെന്നല്ലേ നമ്മൾ. അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BSNL വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതെ. അല്ലാതെ സ്ട്രാറ്റജിക്കലി വേണം ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട് അതിനെ ചുരുങ്ങിയ രീതിയിലേക്ക് വെക്കാം, കൊണ്ടുപോകാം. അതിന് നമ്മൾ എതിർപ്പ് പറയുന്നില്ല. അതേപോലെ പല സാധനങ്ങൾ ഇപ്പോൾ ഈ പോസ്റ്റൽ, നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് ഇസ് ആക്ച്വലി ബിഗ്ഗസ്റ്റ് ഹെഡേക്ക് ഫോർ ഗവൺമെന്റ്. അതെ, പോസ്റ്റ് ഓഫീസ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ബന്ധു ഈ ടെലഗ്രാമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ടെലഗ്രാമൊന്നും നമ്മളെ ജീവിതത്തിൽ പോയി ഞാൻ 1 തവണ 2 തവണയും കണ്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത് ടെലഗ്രാം അടിച്ചിട്ടുള്ളത്. നമ്മളൊരു മാമ മരിച്ചപ്പോൾ ടെലഗ്രാം അടിക്കാൻ വേണ്ടി പോയി, എന്നെ പറഞ്ഞു വിട്ട്. അന്നല്ലാതെ അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം കണ്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു ടെലഗ്രാം എന്ന് പറഞ്ഞ സാധനമല്ല. പക്ഷേ അതിന് ശേഷം 10-12 വർഷം പിന്നെയും ഈ പറയുന്ന ടെലഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുന്ന കാലമാണ്. എന്തിനാണ് ഈ ടെലഗ്രാം? ഇത് ഗവൺമെൻറ് ചുമ്മാ. അപ്പോൾ ഈ പബ്ലിക് ഫണ്ടും പബ്ലിക് സെക്ടർ എന്നൊക്കെ പറയുന്നത് ഇത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആവാത്തതുകൊണ്ട് ഇത് മണി വേസ്റ്റേജ് ഉണ്ടാവുന്നു. ഇതാണ് നമ്മളെ കൺസേൺ. ആവശ്യമുള്ള സാധനങ്ങൾക്ക് അല്ലാതെ ഒരിക്കലും പ്രൈവറ്റ് ഫണ്ട്. ദിസ് ഈസ് അവർ ടാക്സ് മണി ആക്ച്വലി. അതെ. ഇപ്പോൾ നമ്മളൊരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 16 കോടി രൂപ ജനങ്ങൾ സംഭരിച്ചു. ഇതൊരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ബേസിക്കലി ഇതേപോലത്തെ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ക്രൗഡ് ഫണ്ടിങ്ങിന് പകരം സർക്കാരിൻ്റെ പൈസ ഉപയോഗിച്ചൊരു റിസർച്ചിനെ ഫണ്ട് ചെയ്യുന്നതും പബ്ലിക് സെക്ടർ ഒരു കമ്പനി സർക്കാർ ഫോം ചെയ്തിട്ട് ആ ബിസിനസ് റൺ ചെയ്യുന്നതും രണ്ടാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല ഇവർ. പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ട് ബിസിനസ് റൺ ചെയ്യുന്നതിനോട് നമ്മൾ എതിരാണ്. ഇപ്പം വാക്വം ട്യൂബ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി സർക്കാർ തുടങ്ങിയാൽ ഇപ്പോഴും അവൻ വാക്വം ട്യൂബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആർക്കും അത് ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. മറ്റേ വല്ല ഹിസ്ബുള്ളയെ പോലെ വല്ല പേജർ വേണമെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്രായേലിൽ തന്നെ ഈ പരിപാടി തുടങ്ങും. വാക്വം ട്യൂബ് ഉണ്ടാക്കി ബോംബും വെച്ച് കൊടുക്കും. ഇതും ചുവന്നുകൊണ്ട് പോകുമ്പോൾ പൊട്ടിത്തെറിച്ച് ചത്തോളും. അല്ലാതെ അപ്പം എന്ന് പറഞ്ഞ മാതിരി ഇപ്പം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ പോസ്റ്റ് മാസ്റ്റർമാരുടെ ജോലി എന്നാണെന്നറിയോ? ഇപ്പോൾ അവർ ഇൻഷുറൻസ് വിൽക്കുകയാണ്. ദേ ആർ ആക്ച്വലി അണ്ടർ ഹെവി പ്രഷർ. ഫ്ലൈറ്റിൽ വെച്ച് കണ്ടത് ഓർക്കുന്നുണ്ടോ? മീൻസ് എയർപോർട്ടിൽ പുലർച്ചെ 3 മണിക്ക് ഇറങ്ങുമ്പോൾ അതെ SBIയുടെ കാർഡ് വിൽക്കാനായിട്ട് SBIയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഉറക്കം വിളിച്ച് നമ്മളിങ്ങനെ 3 മണിക്ക് ഞാനല്ലോ അവരുടെ ഒരു പ്രഷർ. അല്ല, എൻ്റെ ഒരു കസിൻ ബ്രദർ പോസ്റ്റ് മാസ്റ്ററാണ് കർണാടകത്തിൽ. പുള്ളി എന്നോട് പറയണം, നീ ഞങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ ചാനലിൽ. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് പറയാം. പുള്ളി പറയാണ് അവർ 12-13 മണിക്കൂറൊക്കെയാണ് ദിവസം ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJP സർക്കാർ വന്നതിന് ശേഷം ഭയങ്കര പ്രഷറാണ്. കാരണം പോസ്റ്റൽ വകുപ്പ് നഷ്ടത്തിലാണ്. അപ്പോൾ അത് നിങ്ങൾ ലാഭത്തിലാക്കാന്നാണ് ഇവരോട് പറയുന്നത്. ഇവർക്കിത് എങ്ങനെ ലാഭത്തിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ പ്രൈവറ്റ് പ്രൊഡക്ട്സ് ആദിത്യ ബിർളയുടെയും നിവാ ബുപ്പയുടെയൊക്കെ ഇൻഷുറൻസ് വിൽക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുക. എന്നിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പണിയാണ് ഇപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാണ്. ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട് ഒക്കെ സെല്ല് ചെയ്യുക. പോസ്റ്റ് മാസ്റ്റർമാരുടെ ജോലി. അല്ല, പുള്ളി പറയാണ് ഇതെല്ലാം ചെയ്തിട്ട് ഇൻഷുറൻസിൽ എന്തെങ്കിലും റിജക്ഷൻ ഒക്കെ വരുമ്പോൾ തന്നെ നാട്ടുകാർ തരം വിളിച്ച് ഇവരുടെ വീട്ടിൽ വരും. ഇവർ പറയാം ഞങ്ങൾക്ക് ഇതൊട്ടൊരു ബന്ധമില്ല, പിന്നെ നീ എന്തിനാടാ ഞങ്ങൾക്ക്. അല്ല, പോസ്റ്റൽ എന്നൊക്കെ പറയുന്നത് ഒരു സർവീസ് സെക്ടർ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ 5 പൈസക്ക് ഇല്ലാത്ത സാധനം ഞാൻ പറയുള്ളൂ. ഉള്ള കാര്യം പറയാലോ. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ ഈ കൊറിയർ കമ്പനി ഡൽഹി വരെ ഇതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ പോസ്റ്റൽ വകുപ്പ് കൊറിയർ കമ്പനിയായിട്ട് മാറണമായിരുന്നു, ട്രാൻസ്ഫോം ചെയ്യണമായിരുന്നു. അവരെന്ത് ഡെലിവറി ചെയ്താലും അവരുടെ ആ ആറ്റിറ്റ്യൂഡ് മാറാതെ, അവരുടെ പ്രോസസ്സ് മോഡേണൈസ് ചെയ്യാതെ
5 പൈസയ്ക്ക് ആ സാധനം ആരും ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആമസോൺ സെല്ലിങ് നമ്മൾ നടത്തുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൻ്റെ വരുമാനം, നമ്മൾ ആ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ വരുമാനം എന്ന് പറയുന്നത് അത് സക്സസ്ഫുൾ ഡെലിവറിയാണ്. ഓക്കെ, ഏറ്റവും ചീപ്പായിട്ട് ഡെലിവറി ചെയ്യുന്ന സംഗതിയാണ് പോസ്റ്റൽ, നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷേ ഒരു ഗ്യാരണ്ടി ഇല്ല ഡെലിവർ ആവുന്നു. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ആമസോണിൽ നമ്മളിപ്പോൾ ഒരാൾ സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരികയാണ്, അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചീപ്പറായിട്ടുള്ള ഈ പോസ്റ്റൽ വഴിയുള്ള ഈ കൊറിയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാധനം അവർക്ക് കിട്ടില്ല. ഇത് റിട്ടേൺ അടിക്കും, ക്യാൻസൽ ആവും, ഈ അയച്ച ആൾക്ക് നഷ്ടമാണ്. അപ്പോൾ ശരിക്കും ആ സ്പേസ് ഇവിടെ കൈക്കലാക്കിയത് ആരാ? ആമസോൺ തന്നെ. ആമസോൺ ആണ്. പിന്നെ പല പ്രൈവറ്റ് കൊറിയർ കമ്പനികൾ വന്നു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണെങ്കിലും ഗ്യാരണ്ടീഡ് ആണ് ഡെലിവറി, നെക്സ്റ്റ് ഡേ ഡെലിവറി, സെയിം ഡേ ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ മോഡേണൈസ്ഡ് ട്രാക്കിംഗ് എക്സ്പീരിയൻസും ആ ഒരു സംഗതി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അത് സക്സസ്. അല്ല ആരിഫേ, ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. പോസ്റ്റ് ഓഫീസ് എന്തുകൊണ്ട് ആ രീതിയിൽ, ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കുമ്പം ഈ ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച് പബ്ലിക് സെക്ടർ മാറുന്നില്ല, മാറാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാധനത്തിന്റെ 7 ഇലക്ക് തെറ്റാൻ പറ്റില്ല. ഒരു ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ഉണ്ട്, നമ്മുടെ പറഞ്ഞ പോലെ പിന്നെ 2 വീലർ വരെ എല്ലാ സംവിധാനങ്ങളും, അതായത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഉണ്ട്, സിറ്റി ടു സിറ്റി ഉണ്ട്, കൺട്രി ടു കൺട്രി ഉണ്ട്. ഇവിടെ ഒന്നും ഇവർക്ക് യാതൊരു റോളും ഇല്ല. ഇവർ ആ മേഖലയിൽ ഇവർ ഇൻലൻഡും മറ്റേ പോസ്റ്റ് കാർഡും അയച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ടെലിഗ്രാം കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുക, പോസ്റ്റ് ഓഫീസ് സേവിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇവർ മാറി. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കും മറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉള്ളപ്പം വൈ വി നീഡ് ടു പിന്നെ ഡിപ്പെൻഡ് ഓൺ ദിസ്. അല്ലെങ്കിൽ പിന്നെ ചില റിമോട്ട് ഏരിയയിൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് കുഗ്രാമത്തിലും ആക്ച്വലി ഡെലിവറി ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് പോസ്റ്റ് ഓഫീസ്. എന്നിട്ടാണ് അവർക്കെല്ലാം അവിടെ ഒരു പോയിന്റ് ഓഫ് ഒരു ഇതുണ്ട്. ഏറ്റവും മിനിമം അത് ഇപ്പോൾ നിങ്ങൾ ഈ പാസ്പോർട്ട് ടാറ്റയെ ഏൽപ്പിച്ച മാതിരി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആകെ ഒരു ഗുണം പോസ്റ്റ് ഓഫീസുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന നേരത്തെ തേഞ്ഞിപ്പാലം പോസ്റ്റ് മാസ്റ്റർക്ക് കടക്കപ്പുറതിയില്ല, പുള്ളിയെ കരാവോ ചെയ്യും. അതിനു വേണ്ടി മാത്രമാണ് പോസ്റ്റ് ഓഫീസ് കൊണ്ട് നടക്കുന്നത്. അത് മാത്രമാണ് ഒരു ഗുണം. അതെ, നേരെ പാർലമെന്റിലേക്ക് പോകണ്ട, ഇവിടെ തേഞ്ഞിപ്പാലത്തോടെ അവിടെ ചെല്ലുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ പാസ്പോർട്ടിന്റെ സിസ്റ്റം അവരെങ്ങനെയാണോ മോഡേണൈസ് ചെയ്തത്, അതേപോലെ ഇത് മോഡേണൈസ് ചെയ്ത് ഏതെങ്കിലും നല്ല ഒരു പ്രൈവറ്റ് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് സാധനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മോഡേണൈസ് ചെയ്ത് നല്ലൊരു ലോജിസ്റ്റിക്സ്, അത് ഏറ്റവും കൂടുതൽ പെനട്രേഷൻ ഉള്ളൊരു സംഭവമായിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വിഴിഞ്ഞത്തേക്ക് നമ്മൾ പോയിട്ടൊന്ന് തിരിച്ചു വരണം. അപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി എന്താണ്, ഈ ഒരു കേരളത്തെ വിൽക്കാൻ പോവാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. വിൽക്കാൻ പോവാണോ? കുറച്ചാൾ മുന്നേ വരെ പിണറായി വിജയൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരാ പറഞ്ഞുകൊണ്ടിരുന്നത് വിൽക്കാൻ പോവാണെന്ന്. ഇപ്പോൾ ഇവരായി. ഇവർക്ക് നാണമില്ല ഇങ്ങനെ പറയുന്നത്. കേരള താല്പര്യം ഹനിക്കുന്നു. 49% കേരളത്തോട് ചോദിക്കാതെ ഈ മറ്റേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSCക്ക് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ബേസിക്കലി ഇറ്റ് വാസ് ആക്ച്വലി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അത് നമുക്ക് ഈ വിഴിഞ്ഞം അദാനിക്ക് ഒറ്റയ്ക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ്. അപ്പോൾ അതിന് നല്ല പൈസ വേണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനലാവാൻ പോകണം. അപ്പം അതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ആ ഏരിയയും ആ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്. സോ അപ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റേക്ക് വേറൊരു കമ്പനിക്ക് കൂടെ കൊടുക്കുന്നു. ആൻഡ് ദേ ആർ ഇൻവൈറ്റിംഗ് ദം. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഗവൺമെൻറ്റിനും കേരളത്തിൻ്റെ ഒരു ഭാവി തെളിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം, അപ്പം കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം നിയമസഭ പറഞ്ഞ പോലെ ദുബായ് എന്ന് പറയുന്ന നഗരം ഒരു പോർട്ട് വെച്ചിട്ടാണ് ഇന്ന് കാണുന്ന ദുബായ് ആയത്. അവിടെ നിന്നാണ് അതിനെ അനുബന്ധിച്ചിട്ടാണ്. അതേപോലെ കേരളത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്കും ഒക്കെ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഭവമാണ്. കുഞ്ഞാലിക്കുട്ടി ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ കേരളത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളും കൂടിയാണ് ഈ കുഞ്ഞാലിക്കുട്ടി. നമ്മൾ ജിം എന്ന് പറഞ്ഞ സാധനം അല്ലേ, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്, അത് ഒരു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളും കൂടിയാണ്. അതിലൂടെ സക്സസ് ആയിട്ടുള്ള 2-3 ആളുകൾ എനിക്കറിയാം, നമ്മൾ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള. അവരിന്ന് വലിയ എക്സ്പോർട്ടേഴ്സാണ്. ആ ഒരു ജിമ്മിലൂടെയാണ് അവർ കടന്നു വന്നത്. അപ്പോൾ ആ ഒരു സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നമ്മൾ കയറ്റി ഇതെല്ലാം ആക്കി. ഇതുകൊണ്ടൊന്നും ആൾക്കാർ വരില്ല. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ മാറണം, ആളുകളുടെ മനോഭാവം മാറണം. അതിനിവർ നേരെ തിരിവാ. അതായത് ഇവർ ഈ ആളുകളെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ് മൊത്തം. അതായത് മനോഭാവത്തെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾ വരൂ, ഇൻവെസ്റ്റേഴ്സെ വരൂ,
നമ്മുടെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഏകജാലക സർവീസാണ്, നിങ്ങളിവിടെ ഒരൊറ്റ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്രൂവൽ ഇടും, യെസ് എവറിത്തിങ് ഈസ് ഫൈൻ, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഫൈൻ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൾച്ചർ ഇല്ല എങ്കിൽ യു വിൽ ബി ഓൾവേസ് അണ്ടർ പ്രഷർ. അതായത് നിരന്തരമായി നിങ്ങൾ അഴിമതി ആരോപണത്തിൻ്റെ നിഴലിൽ വരും, നിങ്ങൾക്കെതിരെ സമരങ്ങൾ വരാം, നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഒരു കോർപ്പറേറ്റും ഇഷ്ടപ്പെടുന്നില്ല ഫോർ റോങ് റീസൺസ് അവർ ഹെഡ്ലൈൻസിൽ വരാൻ. അപ്പോൾ അങ്ങനെ വരരുത്. അതേപോലെ തന്നെ ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് ഹയർ ഇൻ കേരള, കോസ്റ്റ് ഓഫ് ലേബർ ഈസ് ഹയർ ഇൻ കേരള, അപ്പം ഇങ്ങനെ കോസ്റ്റ് ഓഫ് ലാൻഡ് ഈസ് ഹയർ ഇൻ കേരള. അപ്പോൾ ഈ 3 ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും കൂടിയാണ് കമ്പനികൾ ഇവിടെ വരാത്തത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ നമ്മുടെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഇഫ് കോൺഗ്രസ് ഈസ് എക്സ്പ്ലോറിങ് ദാറ്റ് ഓപ്ഷൻ ദെൻ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് മൂവ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൂടെ നിൽക്കുകയാണ് പ്രതിപക്ഷം നൽകി ഇടതുപക്ഷം ചെയ്യേണ്ടത്. അതെ, അല്ല അത് എനിക്ക് തോന്നുന്നില്ല വലിയ എതിർപ്പ് മുന്നോട്ട് കൊണ്ട് നടക്കാം, മീൻസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എതിർപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ സസ്റ്റെയിൻഡ് എതിർപ്പായിട്ട് ഒരു തീരദേശത്തെ ആൾക്കാരെ ഇളക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് സതീശന് നമുക്കൊരു ടിപ്സ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊജക്റ്റുകളിലെല്ലാം ഇവിടുത്തെ ആൾക്കാരെ കൂടെ അവർക്കൊരു റിസർവേഷൻ, മറ്റേ കൊച്ചിൻ എയർപോർട്ട് വന്നപ്പോൾ അവിടെ താമസിച്ചിരുന്നവർക്കെല്ലാം ടാക്സി ഓടിക്കാനുള്ള ഇതൊക്കെ കൊടുത്തല്ലോ, അവർക്കൊരു വരുമാനമാക്കിയല്ലോ. ബിക്കോസ് ദേ ഷുഡ് നോട്ട് ഫീൽ ദാറ്റ് ദേ ആർ ഡിസ്പ്ലേസിങ്. അപ്പോൾ അവരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു 20 to 25% ഒക്കെ അവർക്ക് പിന്നെ അവരെയും കൂടെ ചേർത്തൊരു റിസർവേഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർക്കൊരു തൊഴിൽ കിട്ടുന്ന ഒരു അവസരവും കൂടി ആകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഈ എതിർപ്പെല്ലാം തനിയെ പോകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ലേ, നല്ലൊരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് ഈ എന്നും ഗൾഫ് മണീനെ മാത്രം ആശ്രയിച്ച് ഗൾഫ് മണി ഇനി കുറയാൻ പോവാണ്, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും മാറ്റിയേ പറ്റുള്ളൂ. അതിലേറ്റവും പ്രധാനമാണ് നമ്മളുടെ ആ ഒരു മുഖച്ഛായ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലേക്ക് വരുമ്പോൾ അത് ഈ രീതിയിൽ അതിനൊരു തുടക്കം എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ ചെറിയൊരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അതിൽ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈനൽ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ UK യാത്ര. എന്താണ് UK യാത്രയ്ക്ക് ഒരു ഇപ്പം നമ്മളൊന്നും ഇല്ലാതെ നമ്മളെ കൊണ്ട് ഇസ്രായേൽ പോയി, നമ്മളില്ലാതെ നിങ്ങൾ UK പോവാണ്. പിന്നെ ആര് വീഡിയോ എടുത്തു തരും? അവിടെ ചെന്നിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു വലിയ യാത്രയുടെ ഒരു ഇനീഷ്യൽ സംഗതിയാണ്. നേരത്തെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരുന്നു. ഇതിപ്പോൾ UK സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറോപ്പിൽ വേറെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഇസ്ലാം കുളം തോണ്ടിയ രാജ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു പര്യടനം. പൊളിറ്റിക്കലി ഓക്കെ, അല്ലാതെ പൊളിറ്റിക്കലി ആണല്ലോ നല്ല തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ആളുകൾ പണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, ഷാദിന് വരെ തല്ല് കിട്ടിയതാണ് ലണ്ടൻ എയർപോർട്ടിലാണ് ഓർത്താണ്. അപ്പം അങ്ങനെ രക്ഷപ്പെടണം, നാട് വിടണമെന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും സേഫ് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. നമ്മൾ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ പൊളിറ്റിക്സിൽ ഈ സംഗതിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, അത് എങ്ങനെയാണ് അവിടെയുള്ള പൊളിറ്റീഷ്യൻസ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്, അത് അവർ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ ജനങ്ങളുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് അവരതിനെ ഉപയോഗിക്കുന്ന സമയത്ത് അതാണ് യൂറോപ്പിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൂമിങ് ഗ്യാങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരിയുള്ള പല പല ഇഷ്യൂസ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഡെൻമാർക്കിലൊക്കെ ബാങ്ക് വിളി നിരോധിക്കുന്ന, അതിന് അവർ പറഞ്ഞത് ഡെൻമാർക്കിലെ ചില അങ്ങാടിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇസ്ലാമാബാദിൽ കൂടെ പോണ പോലെ തോന്നുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മൈഗ്രേഷൻ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് അത് തിരുത്തേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു ദുരന്തമാണ്. കാരണം അതിൽ ഒരുപാട് ഹ്യൂമൻ കോസ്റ്റ് ഇൻവോൾവ് ആണ്. അതാണ് അതിലൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഇന്ത്യക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു കരകയറലായിരിക്കില്ല ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ. കാരണം ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ 10 വർഷം കൊണ്ടൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് അവിടെ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്നത്. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് വിളി നിരോധിക്കുക എന്ന് പറയുന്ന സാധനം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ യൂറോപ്പിൽ അത് ഒരാഴ്ച കൊണ്ട് തീരാണ്. അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു വാക്ക് അത് അബാൻഡൻ ചെയ്യുന്നു എന്നൊരു നിലയിലേക്ക് സ്വീഡൻ എത്തുകയാണ്. അത് നമ്മളുടെ ഈ ഫ്രീ സ്പീച്ച് പ്രിൻസിപ്പിൾസിനെതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ അടുത്തൊന്നും നമുക്ക് ഇപ്പോഴും അതൊക്കെ പൊക്കി പിടിച്ച് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉടനെ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. മീഡിയ വൺ കുറച്ചും കൂടെ ഒന്ന് ഊർജ്ജസ്വലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത് വരും. അതെ, മീഡിയ വൺ എന്തായാലും പണി നിങ്ങൾ തുടരണം എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷ. മീഡിയ വണ്ണും അതുപോലെയുള്ള കുറച്ച് കുത്തിത്തിരിപ്പ് സാധനങ്ങളുണ്ട്. കുറേ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ചില ഇതുണ്ട്, നോ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3
ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് സത്യത്തിൽ ഹിന്ദുവിനെ ഉറക്കാതിരിക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഹിന്ദു എന്നുള്ളതല്ല, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ എളുപ്പമാവുകയാണ് ഇവരുടെ നിലപാടുകൾ കാണുമ്പോൾ. അതെ അതെ, ഇവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ നോക്കിയാൽ മതിയല്ലോ. നോക്കിയാൽ മതി. അതാണ് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് വരുന്നത്. കള്ളത്തരങ്ങൾ, ഈ പ്രൊപ്പഗൻഡ. നേരത്തെ ഇതൊക്കെ ഒളിച്ചിരിക്കുമായിരുന്നു, ഇപ്പം നമുക്ക് മുമ്പ് കുറെ കൂടെ അതൊരു വിസിബിലിറ്റി വന്നു. വിസിബിലിറ്റി ആവാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി പറയാൻ തോന്നുന്നു. നമ്മളുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഷിയാക്കളുടെ യെസ്, നിങ്ങളും കൂടെ ഇനിയും ബോംബ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു. നിങ്ങൾ വല്ല ബോംബും ഒക്കെ അരച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആരും. സത്യമായിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾക്ക് എക്സ് മുസ്ലിമോ ഫോബിയ ആണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരെ സ്വന്തം കുഴികൾ തോണ്ടുന്നത്. ഈ രീതിയിലൊരു ഒന്നാമത് പറയുന്നതിൽ വാസ്തവം ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം, അത് നമ്മൾ പോകണ്ട. പക്ഷെ ഞാനത് അങ്ങനെ കൂടുതൽ പറയണമെന്നാണ് ഞാൻ പറയാം. കാരണം എന്നാലാണ് ഇവർക്കത് തള്ളി പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു സാഹചര്യം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു ഷോർട്സ് നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടാവും. അതായത് ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ വാർത്ത, ഇത് ലണ്ടൻ നഗരത്തിൽ ഒരു തീവ്രവാദ ആക്രമണം, നമ്മൾ ആവരുതേ ഇതാണ്. അപ്പൊ ഇവൻ ഈ ഗുളിക കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ അയ്യോ എക്സ് മുസ്ലിം ആവരുതേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വാർത്ത, അയാളുടെ പേര് എന്താണ്, ഫയാസ്. അല്ല, കെവിൻ എന്തായിരുന്നു? ഓ, അപ്പൊ ഇവനെ ആശ്വസിക്കുന്നു. അല്ല, ഇതിൽ വേറെയാണ് തമാശ. ഇതിങ്ങനെ തന്നെ പറയാം. ഇത് ഫയാസ് ഒരു ഷിയ വിശ്വാസിയാണ്. ഓ, സമാധാനം. പിന്നെയാണ് അറിയണത് അവൻ ഷിയ ആണെങ്കിലും അവൻ കുറച്ച് നാളായിട്ട് എക്സ് മുസ്ലിമാണ്. അയ്യോ, ഇതാണ് നമ്മുടെ അവസ്ഥ. എക്സ് മുസ്ലിമിനോട് ജീവിക്കണ്ടേ? നിങ്ങളിങ്ങനെ എല്ലാ എക്സ് മുസ്ലിമിനും പുതിയൊരു ടൈം നമ്മൾ കോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു, എക്സ് മുസ്ലിമോഫോബിയ. അതാണ് അവസ്ഥ. ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. ഞാൻ എന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ഒരു കാര്യം ചെയ്യട്ടെ, ദാവൂദിൻ ടീമും എക്സ് മുസ്ലിങ്ങൾ കുളം തോണ്ടിയ രാജ്യങ്ങളിൽ കൂടി ഒരു പര്യടനം നടത്തട്ടെ. അതാണ് വേണ്ടത്. അപ്പൊ ഞാൻ മുസ്ലിങ്ങൾ കുളം തോണ്ടിയ രാജ്യങ്ങളിലൂടെ ഞാൻ പോവും, നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ കുളം തോണ്ടിയ പഞ്ചായത്തിലൂടെയെങ്കിലും ഒന്ന് പോയി കാണിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ് കഥ. അപ്പൊ യാത്ര അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത സുറക്കിരിക്കാം. നമുക്ക് UK വിശേഷങ്ങളായിട്ട് അവിടുന്ന് ഓൺലൈനിൽ ചെയ്യാം. പിന്നെ ചില ഷോർട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഞാൻ പബ്ലിഷ് ചെയ്യോ? നമ്മുടെ ഷോർട്സ് നമുക്ക് സ്കിറ്റ് എടുക്കാനുള്ള അവസരമില്ലാതെ അതാണ് ഞാൻ മിസ് ചെയ്യാട്ടോ. ഇസ്രായേലിൽ അത് ഭയങ്കര പൊളിയായിരുന്നു. ഇസ്രായേലിൽ കുറെ സ്കിറ്റ് എടുത്തു. ഞാനിപ്പോ ഇതിപ്പോ വേണ്ടി വരികയാണെങ്കിൽ അടുത്തിരിക്കുന്ന ഫ്ലൈറ്റിലിരിക്കുന്ന ആളോടൊക്കെ പറയണം, ചേട്ടാ ഒരു വീഡിയോ. അല്ല, ഇസ്രായേലിലാണ് അഭിനയിക്കാനും ആളുണ്ടായിരുന്നു. UK നിങ്ങൾക്ക് കിട്ടും, അഭിനയിക്കാൻ ഇഷ്ടംപോലെ കിട്ടും. എക്സ് മുസ്ലിങ്ങളാണെങ്കിൽ തപ്പാം. അതെ, മുസ്ലിങ്ങളെ പ്രശ്നമല്ല, എക്സ് മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ പേടിക്കണം, സൂക്ഷിക്കണം. UK എക്സ് മുസ്ലിങ്ങൾ വലിയ പ്രശ്നമാണെന്നാണ് അറിയണത്. അതെ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ശരി എന്നാൽ, ഓക്കെ, ബൈ.